ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അസ്ലി ഒമാൻ. ഞങ്ങളിപ്പോൾ ബന്ദർ അൽ ഖൈറാനിലെ ഹിഡൻ ബീച്ചിലാണ് ഉള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ സമയം സന്ധ്യയാവാറായി. കുറച്ച് ഫാമിലീസ് മുകളിൽ നിന്ന് താഴേക്ക് നടന്നു വന്നിട്ടുണ്ട്. കുറച്ച് പേര് ക്യാമ്പിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയുമാണ്. അടുത്തത് കുക്കിങ്ങിനുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുക്കിംഗ് ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കാട പൊള്ളിച്ചത്. അതിനുവേണ്ടി കുറച്ച് കാട മസാലയൊക്കെ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ നാരങ്ങ നീര്, ഇത്രയുമാണുള്ളത്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇതിന് ഡീപ്പ് ഫ്രൈ ഒന്നും ആവശ്യമില്ല, ഒരു മീഡിയം ഫ്രൈ അത്ര മതി. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ കടലിന് രണ്ട് നിറമാണുള്ളത്, മരതക പച്ച നിറവും നീല നിറവും. നമ്മുടെ കാട ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നെക്സ്റ്റ് മസാല പ്രിപ്പറേഷൻ. അതിനായി 1.5 കപ്പ് ചോപ്പ് ചെയ്ത ചെറിയ ഉള്ളിയും ഒരു വലിയ ഉള്ളിയും കാട ഫ്രൈ ചെയ്ത എണ്ണയിലിട്ട് സോട്ട് ചെയ്യുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1.5 മീഡിയം സൈസ് ടൊമാറ്റോ, ഇത്രയും ചേർത്ത് നന്നായി സോർട്ട് ചെയ്യുക. നന്നായി സോർട്ട് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഏറ്റവും അവസാനം മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മസാല റെഡിയായി. കുക്കിംഗ് ചെയ്യുമ്പോൾ കടലിൽ നിന്ന് നല്ല കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ തീ അണയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെയറൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാട ഫ്രൈ ചെയ്ത് വെച്ചു, മസാല റെഡിയാക്കി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, ഈ വാഴയിലയിൽ നമുക്ക് കാട പൊള്ളിച്ചെടുക്കാം. അങ്ങനെ വാഴയിലയിൽ കാടയും മസാലയും വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് ഫോൾഡ് ചെയ്യാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഒരു പാൻ ചൂടാക്കി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ച വാഴയില ഇറക്കി വയ്ക്കുക. ഒരു ലിഡ് കൊണ്ട് അടച്ച് ഒരു 7 മിനിറ്റ്സ് നമുക്ക് ചെറിയ തീയിൽ വെച്ച് പൊള്ളിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കാട പൊള്ളിച്ചത് തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിത് ചൂടോടുകൂടി തുറന്നു നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിയും ഫ്ലേവർഫുള്ളുമായിട്ടുള്ള ഈ കാട പൊള്ളിച്ചത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ മല കയറി പോവുകയാണ്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.